ഹായ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാം. എള്ളിന്റെ കൂടെ കടലയും ശർക്കരയും ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എള്ളുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. എള്ളുണ്ട ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് എള്ള്, കടല, ശർക്കര, വെള്ളം. ആദ്യം നമുക്ക് കടല വറക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടല ഇടാം. കടല കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണേ. കടലയുടെ തൊലി കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ പോരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി ആറിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊലി കളയണം. ഇനി ഒരു സോസ് പാനിൽ 300 ഗ്രാം ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര ഇപ്പം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി അരിച്ചു വെക്കാം. ഇനി ഒരു പാനിലേക്ക് 400 ഗ്രാം എള്ളിട്ട് നന്നായി വറക്കാം. എള്ള് കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടല ആറിക്കഴിഞ്ഞ് തൊലി കളഞ്ഞതാണ്. ഇതിനി നമുക്ക് പൊടിച്ചെടുക്കാം. എള്ളിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം, നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല പൊടിച്ചതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡും കൂടി റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര 1 കപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണേ. ഇത് നമ്മൾ ഇളക്കുമ്പോൾ കട്ടിയായെന്ന് ഫീൽ ചെയ്യും. അതേപോലെ ഇത് ഒരുമിച്ച് കൂടിയും വരും. ഈ സമയത്ത് കൈയൊന്ന് വെള്ളത്തിൽ മുക്കി ഈ മിക്സർ ഒന്ന് ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി ഉരുട്ടാൻ പറ്റുന്നുണ്ട്. എള്ളുണ്ടയുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് എള്ളുണ്ട ഓരോന്നായി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ കയ്യിൽ വെള്ളം തേച്ച് ഓരോ ഉരുളയെടുത്ത് ഉരുട്ടി വെക്കാം. നല്ല ചൂടോടെ തന്നെ ഉരുട്ടണേ, അല്ലെങ്കിൽ ഇത് ആറും തോറും ഡ്രൈ ആയി പോകും. ഇത് ഉരുട്ടുന്ന സമയത്ത് ഈ മിക്സ്ചർ ഡ്രൈ ആയി പോകുവാണെങ്കിൽ ഇത് തിരിച്ച് പാനിലിട്ട് സ്വല്പം വെള്ളം തളിച്ച് ഒന്നുകൂടെ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയി വന്ന് പിന്നെ ഇത് എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇത് ഡ്രൈ ആയപ്പോൾ ഞാനിങ്ങനെ ചൂടാക്കിയെടുത്തതാ. ഇപ്പോൾ ഇത് നന്നായി ഉരുട്ടാൻ പറ്റുന്നുണ്ട്. എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. ഇതിനെ ആറിക്കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. ഈ എള്ളുണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.